ചപ്പാത്തിയും കറിയും നമ്മൾ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഉള്ളി വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും എളുപ്പമാണ്. ഇതിന് തൊടാനായിട്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട, ശകലം തൈര് കൊടുത്താൽ മതി. ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും വളരെ എളുപ്പം നമുക്ക് ഈ ഒരു ചപ്പാത്തി മാത്രം തയ്യാറാക്കിയാൽ മതി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഗോതമ്പ് മാവ് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ഗോതമ്പ് മാവ് 2 കപ്പ് എടുക്കുന്ന ഇതിലെടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ എല്ലാം പച്ചക്കറികളും ബാക്കി മസാലകളും ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് ചെറുതായി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, മല്ലിയില, വെള്ള എള്ള്, അയമോദകം അത് കയ്യിൽ വെച്ച് ഒന്ന് ഇതുപോലെ ഞരടി ഇടുക. അപ്പോൾ ആ മണം നല്ലോണം കിട്ടും. ഓമം എന്നും പറയും. പിന്നെ ഗരം മസാല, മുളക് പൊടി, 2 ടീസ്പൂൺ തൈര്. ഈ മസാലകളും ബാക്കി സവാളയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. കസൂരി മേത്തിയും 2 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഫ്രഷായിട്ടുള്ള ഉലുവയുടെ ചീര ഇല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതില്ലാത്തതുകൊണ്ട് ഉലുവയുടെ കസൂരി മേത്തി ഡ്രൈ ആയിട്ടുള്ളത് ചേർക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കുക. സവാള നമ്മൾ അരിഞ്ഞിരിക്കുന്നതിൽ നിന്നും ശകലം വെള്ളം വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴക്കരുത്. ഒന്ന് മിക്സായി കിട്ടുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് നല്ലോണം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതുപോലെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഏകദേശം 1/4 കപ്പിൻ്റെ മുകളിൽ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഉരുളായിട്ട് ഉരുട്ടുമ്പം കയ്യിൽ ശകലം പൊട്ടുന്ന പരുവാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ശകലം പൊടി കയ്യിൽ തടവിയിട്ട് ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ പൊടി തൂവി തന്നെ പരത്തിയെടുക്കുക. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ഇത് ഏകദേശം ആ ഒരു ഷേപ്പ് കിട്ടുകയാണെങ്കിൽ സവോള ഉള്ളത് കൊണ്ട് നമ്മുടെ അറ്റം ചിലപ്പം വളരെ പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ കറക്റ്റ് സർക്കിളായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രമോ തട്ടോ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മുറിച്ചെടുക്കുക. ഇതിപ്പം എന്താ ഇതുപോലെ ഷേപ്പിൽ കിട്ടും. ഇത് പോരാ, കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് വേണം, കാണാൻ ഭംഗി വേണം എന്നുള്ളവർ മാത്രം അതുപോലെ മുറിച്ചെടുക്കുക. നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരുപാട് കട്ടി വേണ്ട. വെന്ത് കിട്ടാനായിട്ടും ഇത് എളുപ്പം ഇതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അരിവ് ബാക്കി വരുന്നത് അടുത്ത ചപ്പാത്തി ചുരുട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. ഇതുപോലെ ചപ്പാത്തി പരത്തി നല്ല ചൂട് കല്ലിൽ വേണം ഇടാനായിട്ട്. ഒരുപാട് ചെറിയ തീയിൽ വെച്ച് ചുടുകയാണെങ്കിൽ അത് ആ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. നല്ല ചൂട് കല്ലിൽ ഒരു മീഡിയത്തിൻ്റെ കുറച്ചും കൂടെ വലിയ ഫ്ലെയിമിൽ ഇതുപോലെ ചുട്ടെടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇതിപ്പോൾ 2 സൈഡിലും ഏകദേശം ഒരു ചപ്പാത്തിക്ക് 1 സ്പൂൺ എണ്ണയാണ് മൊത്തം 1/2 സ്പൂൺ വെച്ച് 2 സൈഡിലും യൂസ് ചെയ്തിട്ടുണ്ട്. അവരവർക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ചുട്ടെടുക്കുക. ഒരുപാട് ചെറിയ തീയിൽ വെച്ച് ചുടണ്ട, ചപ്പാത്തി ഹാർഡായി പോവും, സോഫ്റ്റായിട്ട് വരത്തില്ല. അതുപോലെ ബാക്കിയുള്ള ചപ്പാത്തിയും ചുട്ടെടുക്കുക. നമ്മൾ ആദ്യം ഇടുമ്പം എണ്ണ ഒഴിക്കരുത്. ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് വേണം എണ്ണ തൂവാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചപ്പാത്തി വെന്ത് കിട്ടും. ആദ്യം തന്നെ കല്ലിൽ എണ്ണ ഒഴിച്ച് ചപ്പാത്തി ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ കട്ടിയായിട്ട് പരത്തിയിട്ടില്ല. അതുപോലെ ഈ 2 സൈഡിലും എണ്ണ തൂവി തിരിച്ച് മറിച്ചു ഇട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറുകൾ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കും. ചപ്പാത്തി ഇതുപോലെ
എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കുക. ഈ ചപ്പാത്തിയിൽ നമ്മൾ ആവശ്യത്തിന് എരിവും സവാളയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് കറി വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ ഇത് അവർ സ്കൂളിൽ ഇത് മാത്രം കൊടുത്തു വിട്ടാലും സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ അച്ചാറും തൈരും മാത്രം അതിന് കൂട്ടാൻ മതി. നമ്മൾ ഇത് കാണുമ്പോൾ അറിയാം നല്ല മൃദുവാണ്, കട്ടിയായിട്ടില്ല. നമ്മളത് ആ ഫ്ലെയിം കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ ചപ്പാത്തി ഒരിക്കലും കട്ടിയാവത്തില്ല. എല്ലാവരും ഇതുപോലെ ഉള്ളി ചപ്പാത്തി അല്ലെങ്കിൽ ഒനിയൻ പൊറോട്ട തയ്യാറാക്കി നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചിൻ്റെ ഇതായിട്ടും അല്ല ഡിന്നറായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്.